വിശ്വസിക്കുന്നു. യേശുവിലാണ് രക്ഷയെന്ന് എത്രയോ പേര്. കഴിഞ്ഞ ആളുകളിലൊരു ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹിന്ദു മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ ഫേമസ് ഒരാളെ വിളിച്ചു പറഞ്ഞിട്ട്, സാറിന് ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ മറ്റു പബ്ലിക്കിന് ധ്യാനം നടക്കുന്ന സമയത്ത് ഞാൻ ആരെയും കാണാറില്ല, നിർബന്ധമായിട്ട് അച്ഛനെ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് ഒരു 2 മണിക്കൂർ എൻ്റെ അടുത്തിരുന്ന ആൾ പ്രാർത്ഥിച്ചു. ഒത്തിരി സന്തോഷം. ഞാൻ ആരും എതിർക്കുന്ന ആളല്ല. അവരെല്ലാം ഞാൻ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഒരിടത്ത് പോലും അച്ഛൻ അറിയാതെ പോലും പ്രസംഗിച്ചിട്ടില്ല. യേശുക്രിസ്തുവിലൂടെ അല്ലാതെയും രക്ഷപ്പെടാമെന്ന് ഞാൻ ആരോടും പ്രസംഗിച്ചിട്ടില്ല, പറയില്ല. പറഞ്ഞാൽ അന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കർത്താവിന്റെ അടയാളം നിന്നിരിക്കും. ഒരു വിശ്വാസം, ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കൾ, ഇവിടെയാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞത നമുക്കുണ്ട്. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വചനം നല്ലൊരു വചനം, നമ്മുടെ കാത്തലിക്സിനൊക്കെ പഠിച്ചിരിക്കേണ്ട ഒരു വചനമാണ്. അവർക്ക് യഹൂദ ജനതയെ വെച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയാ, അവർക്ക് ദൈവത്തെ കുറിച്ച് വലിയ തീഷ്ണതയുണ്ട്. പക്ഷേ അത് ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിൽ അല്ലെന്നേ ഉള്ളൂ. അവർക്ക് ദൈവത്തെ കുറിച്ച് വലിയ തീഷ്ണതയുണ്ട്, പക്ഷെ ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിൽ അല്ലെന്നേ ഉള്ളൂ. നമുക്കൊക്കെ ഭയങ്കര തീഷ്ണത കാണിക്കും. പക്ഷെ അതുകൊണ്ടാണ് ഇന്ന് ലോകസഭ ചിലപ്പോഴൊക്കെ നമ്മുടെ ഫെയ്ത്തിന്റെ, ഇപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, മറ്റ് ഈ ഭാഷ ഇവിടുത്തെ ഈ ആളുകളുടെ പള്ളികളിലൊക്കെ ദൈവജനം കുറയുന്നത് കാണാൻ പറ്റും. കാരണം ഇതാണ്, ഫെയ്ത്ത് ക്രൈസിസ്. They are not getting that grace to know deeply about whom? About Jesus of Nazareth. Praise the Lord. They don't have enough faith in Jesus Christ. Praise the Lord. That's it. ശരവർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ആദ്യം നമ്മൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കാൻ പോകും. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുക്രിസ്തു ആരാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കും. വളരെ വ്യക്തമാണ്. Who is Jesus Christ of Nazareth? You should know. വളരെ അടുത്തറിയാം. നമ്മളെ സംബന്ധിച്ച് സ്വർഗത്തിലേക്ക് അച്ഛ ഏത് വഴിയാണ് പോകാൻ പറ്റിയല്ല. വേറെ മതക്കാരന് പോകാൻ പറ്റിയല്ല. പോകാൻ പറ്റിയല്ല. ഈ കത്തോലിക്ക സഭയുടെ ഗ്രന്ഥം ഞാൻ പഠിപ്പിക്കുന്നു കേട്ടോ. ഇറ്റ്സ് നോട്ട് മൈ ടീച്ചിങ്. കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച്. ഒരു കാരണവശാലും പോകാൻ പറ്റിയില്ല. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ രക്ഷയില്ല എന്ന് കത്തോലിക്ക തിരുസഭയുടെ മതബോധനം. നിങ്ങൾ കത്തോലിക്ക തിരുസഭ മതബോധന ഗ്രന്ഥം നിങ്ങൾ വീട്ടിൽ മേടിച്ചു വെക്കണം. യുക്കാറ്റിന്റെ പുസ്തകമുണ്ട്, ഇതിന്റെ ഇംഗ്ലീഷിൽ തന്നെ ഉണ്ട്. കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച് മലയാളം ഉണ്ട്. കുട്ടികൾക്ക് ഇത് കൊടുക്കണം. ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലം പഠിക്കുന്നതല്ല, ആദ്യം പഠിച്ചാലാണ്. ഇത് ഒരു വ്യക്തി എഴുതിയതോ ഒരു തിയോളജിയൻ എഴുതിയതോ ഒരു വിശുദ്ധൻ എഴുതിയതോ ആയ പുസ്തകം അല്ല. ആയിരക്കണക്കിന് ദൈവശാസ്ത്രജ്ഞന്മാർ നടത്തിയ പഠനം, നൂറുകണക്കിന് മാർപ്പാപ്പമാരുടെ പഠനം, ആയിരക്കണക്കിന് വിശുദ്ധാത്മാക്കളുടെ പഠനങ്ങൾ, ആയിരക്കണക്കിന് വിശുദ്ധാത്മാക്കളുടെ ദൈവ അനുഭവം, ഇത് മുഴുവനും കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് മാർപ്പാപ്പ പഠിപ്പിക്കുന്ന വിശ്വാസം. Do you follow me?
മാർപ്പാപ്പ പഠിപ്പിക്കുന്ന വിശ്വാസം, ഈ വിശ്വാസം പ്രഘോഷിക്കേണ്ട വ്യക്തിയാണ് ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു കത്തോലിക്ക്. ഒരു സൺഡേ സ്കൂൾ കാറ്റഗിസം പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഈ വിശ്വാസം പഠിപ്പിക്കേണ്ട ടീച്ചർ, അല്ലാണ്ട് സ്വന്തം വിശ്വാസം പഠിപ്പിക്കേണ്ട വേദിയല്ല. അച്ഛൻ ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ എന്റെ വിശ്വാസം പഠിപ്പിക്കേണ്ട, എന്റെ തെറ്റായ വിശ്വാസങ്ങളുണ്ടെങ്കിൽ അത് പഠിപ്പിക്കേണ്ട വേദിയല്ല. ഒരിക്കലും ഞാൻ ചെയ്യില്ല. ഞാൻ പറഞ്ഞു, ഈശോയെ അന്നുകൊണ്ട് തന്നെ നീ ജീവനെ എടുത്തേക്കണോ, എന്റെ ജീവൻ എടുത്തേക്കണം. സഭയുടെ പ്രബോധനമല്ലാത്ത വേറൊരു പ്രബോധനം പഠിപ്പിക്കാൻ അത് വരുന്നത്. അതാണ് പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച സുവിശേഷത്തിന് വിരുദ്ധമായൊരു സുവിശേഷം ഞാൻ തന്നെയോ സ്വർഗത്തിനൊരു ദൂതനോ വന്ന് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഗലാത്യൻസ് chapter 1:4. ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച സുവിശേഷത്തിന് വിരുദ്ധമായ സുവിശേഷം ഞാൻ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ തന്നെയോ, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ തന്നെയോ ഒരു പ്രവാചകൻ തന്നെയോ വന്ന് പഠിപ്പിച്ചാൽ അവനത് അനാഥമ സിദ്ധ്. That means അവന്റെ മേൽ ശാപം ഉണ്ടാകും. ശപിക്കപ്പെട്ടു. അതുകൊണ്ട് രക്ഷ യേശുക്രിസ്തുവിലൂടെ മാത്രം. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, യേശുവേ നന്ദി. എന്താ അങ്ങനെ? അപ്പം അവരിലെല്ലാം പക്ഷേ ദൈവത്തിന്റെ, അതാണ് വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നുണ്ട്, അവരിൽ ചില നന്മകളുടെ കാര്യങ്ങളാണ്. പക്ഷേ അവർക്ക് നന്മകളെല്ലാം കാണും. മനുഷ്യരിൽ നന്മയുടെ, കാരണം ദൈവ സൃഷ്ടിയുടെ പ്രധാന മകുടമാണ് മനുഷ്യൻ. അതുകൊണ്ട് മനുഷ്യനിൽ നന്മയുടെ അംശം മുഴുവൻ പോയിട്ടില്ല. ഹല്ലേലൂയാ. ആ നന്മയുടെ ബഹിസ്ഫുരണങ്ങൾ ചിലപ്പോൾ ആളുകൾ പ്രവർത്തിക്കും. അത് അവിശ്വാസിയിലും വിശ്വാസിയിലും ഒക്കെ കാണും. ഹല്ലേലൂയാ. പക്ഷെ നിത്യജീവൻ, സ്വർഗമാകുന്ന പറുദീസ, അത് യേശുക്രിസ്തുവിന്റെയും യേശുക്രിസ്തുവിന്റെ പിതാവിന്റെയും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റേതുമാണ്. എന്തുകൊണ്ട് ഞാൻ പറയാം, യേശു രക്ഷ. പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, രക്ഷ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് എന്താണ് ആദ്യം. വാട്ട് ഈസ് സാൽവേഷൻ എന്ന് പറയുന്നത്? വാട്ട് ഈസ് കോൾഡ് സാൽവേഷൻ? സാൽവേഷന് മുമ്പ് നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് മനുഷ്യൻ ചെയ്ത പാപത്തിന്റെ പരിണിത ഫലം. ആദ്യം ശ്രദ്ധിച്ചേക്കണം. ഞാൻ ഒരു 10 മിനിറ്റ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം പറയുന്നത്, ഇച്ചിരി ചിന്തിച്ചാൽ അത് കിട്ടുകയുള്ളൂ. ഇറ്റ്സ് നോട്ട് സോ ഈസി ടു അണ്ടർസ്റ്റാൻഡ്, ബട്ട് ട്രൈ ടു ഗ്രാസ്പ്. അതായത് ആദ്യ മനുഷ്യന്റെ പാപം, ആദം ഹവ്വ, ഇവര് പാപം ചെയ്തപ്പോൾ, ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ അവർ അശുദ്ധരായി. അശുദ്ധിക്ക് പരിശുദ്ധിയുടെ സ്ഥലത്ത് പറുദീസയിലായിരിക്കാനാവില്ല. ദൈവവുമായിട്ട് അനുസരണത്തിലായിരിക്കുന്നവർക്ക് കൂടെ വസിക്കാൻ പറ്റും. ഭാര്യയെ അനുസരിക്കാത്ത, ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യയ്ക്ക് അവിടെ വീട്ടിലായിരിക്കാൻ പറ്റത്തില്ല. ഒരു മനസ്സുള്ള സ്ഥലമാണ് സ്വർഗം, ഒരനുസരണമുള്ള സ്ഥലമാണ് സ്വർഗം, ഒരു സ്നേഹമുള്ള സ്ഥലമാണ് സ്വർഗം. അവിടെ അനുസരണക്കേട് വരുമ്പോൾ, അതായത് ആ ദൈവത്തെ എതിർക്കുന്ന ഒരു വ്യക്തിക്ക് അവിടെ ആയിരിക്കാൻ അപ്പോൾ ആ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച ആദ്യ മനുഷ്യൻ പിശാചിന്റെ പ്രലോഭനം കൊണ്ട്, അല്ല പിശാച് ചെയ്യിപ്പിച്ചതല്ല. അതുകൊണ്ട് പാപം ഒരിക്കലും സാത്താന്റെ പ്രവർത്തനം കൊണ്ട്, സാത്താൻ ഇൻഫ്ലുവൻസ് നടത്താം. Satan may tempt you, but after all you are committing sin. That means you are responsible, because you only have the element of freedom. ഫ്രീഡം എന്നൊരു കൃപ തന്നിട്ടുണ്ട്. 100% ഇപ്പൊ അച്ഛനിവിടെ നിൽക്കുമ്പോൾ ശരിയും തെറ്റും കയറി വരുമ്പോൾ അവിടെ രണ്ട്, ഇത് വേണോ അത് വേണോ, ഇത് ഞാനാണ് തീരുമാനം എടുക്കുന്നത്. മനുഷ്യന് കൊടുത്ത സ്വാതന്ത്ര്യം
ഫ്രീഡം ഓഫ് തോട്ട് അത് കിടക്കണം. അതുകൊണ്ടാണ് സ്വർഗം പോലും ഒരുവന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഫലമാണ്. നിന്റെ തെരഞ്ഞെടുപ്പ്, ദൈവം തെരഞ്ഞെടുക്കുന്ന, നീ തെരഞ്ഞെടുക്കുന്നതും കൂടിയ സ്വർഗം. നരകവും അതെ, നിന്റെ തെരഞ്ഞെടുപ്പ്, നീ എടുക്കുന്ന തെരഞ്ഞെടുപ്പ്. നീ പാപത്തെ സ്നേഹിച്ച് പാപം മതി എനിക്ക്, ഈ സുഖം മതി എനിക്ക് എന്ന് പറഞ്ഞാൽ നീ സ്വന്തമാക്കാൻ പോകുന്നു നിത്യനാഗ്നിയായിരിക്കും. പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ ആദ്യ മനുഷ്യൻ പാപം ചെയ്തോടെ ആ മനുഷ്യന് ദൈവബന്ധം നഷ്ടപ്പെട്ടു. Lost that relationship with the Almighty Father. അതാണ് പറുദീസ നഷ്ടപ്പെട്ടു മനുഷ്യൻ, ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ. പിന്നെ അവന് ശിക്ഷിക്കപ്പെട്ടത് ആണ്. പറുദീസയ്ക്ക് പുറത്താക്കുക എന്ന് വെച്ചാൽ ശിക്ഷയാണ്. That's punishment. He cannot no longer be there. Praise the Lord. Praise the Lord. അവിടെ ആയിരിക്കാനായിട്ട് അവന് ഒരിക്കലും അനുവാദമില്ല. അവൻ ഔട്ടായി, അവൻ പുറത്തായി, ശിക്ഷിക്കപ്പെട്ടു. പാപത്തിന്റെ വേദനമായ മരണം അവനെ ഗ്രസിച്ചിരിക്കുക. അത് അവന്റെ മക്കളിലേക്കും തലമുറകളിലേക്കും പകരും. അങ്ങനെ ആദ്യ പാപത്തിന്റെ സ്വാധീനം ഓരോ വ്യക്തിയിലും. അതുകൊണ്ടാണ് നമ്മുടെ മാമോദിസ പറയുന്നത് ഉത്ഭവ പാപത്തിന്റെ ഒറിജിനൽ സിന്നിന്റെ ഇൻഫ്ലുവൻസ് ഇസ് ദേർ. അത് ഇന്ന് ജനിച്ചു വീഴുന്ന ഏതൊരു കൊച്ചുകുട്ടിക്ക് പോലും, അബോർഷൻ നടത്തി കളയുന്ന കുട്ടികളിൽ പോലും ഉത്ഭവ പാപത്തിന്റെ സ്വാധീനം. അപ്പൊ അതും എല്ലാവരും ഒരുപോലെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. ഇതിന്റെ പ്രശ്നം എന്താ? അതിപ്പോ ഏത് മതമെന്ന് ഒന്നും നോക്കണം. നിങ്ങൾ ജസ്റ്റ് കം ടു ദ പോയിന്റ്. ഹ്യൂമൻ ഹിസ്റ്ററി പഠിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യന് തിരിച്ച് അത് ശിക്ഷയാണ്. അപ്പോൾ നമുക്കറിയാം പാപത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് മരണം എന്നുള്ളത്. ഒരുത്തിനെ വധശിക്ഷ കൊടുത്തു. ഇനി അവന് ഭൂമിയിൽ ജീവിക്കാൻ അനുവാദമില്ല. പാപത്തിന് കൊടുക്കുന്ന ഓരോ തെറ്റിന് മാക്സിമം പണിഷ്മെന്റ് ആണ് ഡെത്ത്. അപ്പൊ അങ്ങനെ ലോകം മുഴുവനും ആ പാപത്തിന്റെ പരിണിത ഫലം അനുഭവിച്ചു. കോടിക്കണക്കിന് ദൈവത്തിന്റെ മക്കളും മുഴുവൻ ഈ പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കുക. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? മരണത്തിൽ ദൈവബന്ധം നഷ്ടപ്പെട്ടു, പറുദീസ നഷ്ടപ്പെട്ടു, നമ്മുടെ ഉടയവനായ, നമ്മുടെ അപ്പനായ സ്വർഗപിതാവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു രാജ്യം തന്നെ നഷ്ടപ്പെട്ടു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഒരാൾ ഈ ഭൂമി വെച്ച് ശാരീരികമായ മരണം ഉണ്ടായി കഴിയുമ്പോൾ, നിങ്ങളുടെ അപ്പം മരിച്ചു, നിങ്ങളുടെ അമ്മ മരിച്ചു, നിങ്ങളുടെ ഗ്രാൻഡ് മദർ മരിച്ചു, ഗ്രാൻഡപ്പൻ മരിച്ചു, ഒരു മരിച്ചു കഴിഞ്ഞാൽ ഈ ആത്മാവിന് പറുദീസയിലേക്ക് പോകാനാവില്ല. എല്ലാ മതങ്ങളുടെ രക്ഷ ഉണ്ടായിരുന്നെങ്കിൽ യേശുക്രിസ്തു വരണ്ട. എല്ലാവരും വിളിക്കുന്നത് ശരിയായ ദൈവത്തെയാണ്, പിന്നെ യേശുക്രിസ്തു വരണ്ട. അപ്പൊ പിന്നെ രക്ഷപ്പെടേണ്ട ആവശ്യമില്ല. ഈ കുരിശിൽ കടന്ന് ഇവന് അവസാനത്തുള്ള ചോര വരെ ചിന്തിക്കൊണ്ട് ഈ ബലിയർപ്പിക്കേണ്ട ആവശ്യമില്ല. പുണ്യം ചെയ്താൽ മതിയായിരുന്നെങ്കിൽ ഈ ബലിയുടെ മനുഷ്യന് നന്മ പ്രവൃത്തി കൊണ്ട് സ്വർഗത്തിൽ പോകാമായിരുന്നുവെങ്കിൽ ഈ കുരിശുമരണത്തിന്റെ പരോപകാര പ്രവർത്തികള്, ദരിദ്രർക്ക് ഭക്ഷണം കൊടുക്കുന്നു, ദരിദ്രർക്ക് വസ്ത്രം കൊടുക്കുന്നു, വീട് വെച്ച് കൊടുക്കുന്നു, ഇതൊക്കെ വെച്ച് കൊടുത്താൽ സ്വർഗത്തിൽ പോകുമായിരുന്നുവെങ്കിൽ ഈ കർത്താവിനെ കുറിച്ച് തറയ്ക്കേണ്ട. സൽക്കർമ്മങ്ങൾ അതാണ് അബ്രാഹാം നീതീകരിക്കപ്പെട്ടത്. പ്രവർത്തികളാലാണ് എങ്കിൽ അവൻ അഭിമാനിക്കാൻ വകയുണ്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ അല്ലെന്നു മാത്രം. ഇതാണ് റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വചനം പഠിപ്പിക്കുക. ഏറ്റവും വലിയ വചനം അതാ. അബ്രാഹാം നീതീകരിക്കപ്പെട്ടത് പ്രവർത്തികളാലാണ് എങ്കിൽ അവൻ അഭിമാനിക്കാൻ വകയുണ്ട്, ദൈവത്തിന്റെ സന്നിധിയിലല്ലെന്ന് മാത്രം. നിനക്കറിയാമോ, മോശ പോലും മരണാനന്തരം സ്വർഗത്തിലെത്തുന്നില്ല.
ജോഷുവ പോലും പഴയ നിമിത്ത പ്രവാചകന്മാരിൽ അഗ്നിരഥത്തിൽ എലിയായി എടുത്തോണ്ട് പോയെന്ന് പറയുന്നു. പക്ഷെ എവിടെ എത്തി എന്ന് പറയുന്നു? എടുക്കപ്പെട്ടു എന്ന്, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. പക്ഷെ എത്തിന്റെ ബാക്കി കിട്ടുന്നില്ല. അതായത് അതുകൊണ്ടാണ് ഈശോ മരിച്ച വേളയിൽ പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. യേശുവിനെ കാത്തിരുന്ന, രക്ഷ കാത്തിരുന്ന ഒരുപറ്റം ആത്മാക്കള് ആ സമയത്ത് ഉയർത്തെഴുന്നേറ്റ്. അതൊക്കെ മോശയായിരിക്കും, അത് ദാവീദായിരിക്കും, അത് പെട്ടെന്ന് കയറാൻ വേണ്ടി കാത്തിരിക്കുക. അവരെല്ലാം വക്കിൽ വന്ന് നിൽക്കുക. പക്ഷേ കയറിപ്പോണെങ്കിൽ ആര് വരണം? പഴയ നിയമത്തിന്റെ പ്രവാചകന്മാരെല്ലാം പുണ്യങ്ങൾ ചെയ്തവർ തന്നെയാണ്. പക്ഷെ അവര് പോലും രക്ഷപ്പെട്ടിട്ട്, രക്ഷ വരണമെങ്കിൽ അവരും മനുഷ്യരായിട്ട് ജനിച്ചു. അവരിലും പാപത്തിന്റെ സ്വാധീനമുണ്ട്. അവർക്കും പാപത്തിന്റെ ശിക്ഷ കടപ്പ്. അവർക്ക് സ്വർഗം അനുഭവിക്കണമെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യം ദൈവത്തെ അറിയും. അന്ന് ഈശോ ലാസറിന്റെയും ധനവാന്റെയും പറയുമ്പോൾ രസകരമായ കാര്യമാണ്. ഈ ലാസർ എങ്ങോട്ട് പോയെന്നാ പറഞ്ഞ? അബ്രാഹത്തിന്റെ മടിയിലോട്ട് പോയി, അല്ലാതെ സ്വർഗത്തിലേക്ക് പോയെന്നല്ല പറഞ്ഞു. സ്വർഗപിതാവിന്റെ അടുത്ത് പോയെന്നല്ല പറഞ്ഞു. അബ്രാഹത്തിന്റെ മടിയിലോട്ട് പോയി. പൂർണ്ണമായിട്ടും പറുദീസായി കയറിയെന്ന് പറയുന്നില്ല. അത് വരണമെങ്കിൽ ആര് വരണം? ലോകത്തിന്റെ പാപത്തിന് പരിഹാരം നടക്കണം. അത് നടന്നാൽ മാത്രമേ പ്രവേശിക്കാൻ പറ്റൂ. അത് പ്രവൃത്തി കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാമായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ചില പറയും, ഒരു നന്മ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ സ്വർഗം കാണും. ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ മതിയായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ദൈവം തന്റെ സ്വപുത്രനെ കാൽവരിയിൽ ബലിയർപ്പിച്ചത്? ഇത്രമാത്രം ക്രൂരതയുള്ള പീഡനം ഏറ്റെടുത്തത് എന്തിനാണ്? Follow me? You should know the uniqueness of Christianity. Praise the Lord. Praise the Lord. Hallelujah. 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 അതുകൊണ്ടാണ് അവർ പൂർവ്വപിതാക്കന്മാര് പറയും, അബ്രാഹാം പറയും, ഞാൻ മരിച്ചു കഴിയുമ്പോൾ എന്റെ അസ്ഥികളും കൂടെ നിങ്ങൾ കൊണ്ടുവെക്കണം. ഉണ്ടോ? മോശ മരിച്ചേ, മോശയുടെ അസ്ഥികളും കൊണ്ട് ഇസ്രായേലും പോകും. ഇപ്പൊ ചെല്ലുമ്പോഴും ഇസ്രായേലിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ദാവീദിനെ അടക്കിയെന്ന് പറയുന്ന കല്ലറ, മോസസിനെ അടക്കിയെന്ന് പറയുന്ന കല്ലറ, അബ്രാഹത്തെ അടക്കിയെന്ന് പറയുന്ന സ്ഥലം. സംഭവം കണക്ക്. പ്രവാസത്തിൽ പോകുമ്പോൾ അവരുടെ കൂട്ടത്തിൽ മരിച്ചുപോയ പിതാക്കന്മാരുടെ അവശിഷ്ടങ്ങൾ കൂടി ഇവര് കൂട്ടത്തിൽ ചുമന്നുകൊണ്ടുപോയിരുന്നു. അതിന്റെ കാരണം എന്താണ്? ഒരു ദിവസം ആര് വരണം? രക്ഷകൻ വരാതെ ഇവർക്കാർക്കും, അത് ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാര ബലി നടക്കാതെ ആർക്കും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധ്യമല്ല. ഇത് വർഗീയവാദമല്ല, ഇത് മനുഷ്യന്റെ ആത്മാവിന്റെ പ്രശ്നം. മതം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കലാപരിപാടി അല്ല ഇത് ഫണ്ടമെന്റലിസമോ ഫനാറ്റിസിസമോ അല്ല. അതുകൊണ്ടാണ് ഫണ്ടമെന്റലിസത്തിന്റെ പ്രത്യേകതയും ഫനാറ്റിസത്തിന്റെ പ്രത്യേകത എന്താ? ക്രിസ്തു മതത്തെ അടിമേടിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. കൊന്നാലോ നമ്മൾ തിരിച്ചു കൊല്ലത്തില്ല. ഫനാറ്റിസിസത്തിന്റെയും ഫണ്ടമെന്റലിസത്തിന്റെയും പ്രശ്നം എന്താ? കൊന്നാണ് മതം ഉണ്ടാക്കുന്നത്. ഇത് മരണം വരിക്കുക. സത്യമായതുകൊണ്ട് അതിനുവേണ്ടി ജീവൻ പറഞ്ഞു. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഈശോ പറഞ്ഞു, നിങ്ങളെ ശത്രുക്കളെ സ്നേഹിക്കുവാൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ, നിങ്ങളുടെ ഒരു കർണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടെ കാണിച്ചു കൊടുക്കുക. നിങ്ങളുടെ ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാത്തവനെ പേടിക്കണ്ട, ശരീരത്തെ കൊല്ലാൻ പേടിക്കണ്ട എന്ന് ഈശോ പറയുമ്പോൾ സത്യമായതുകൊണ്ടാണ്, സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അതാരും വേദനിപ്പിക്കാനല്ലത്, മറ്റുള്ളവർ വേദനിക്കുന്ന മേഖല അല്ലത്. മറ്റുള്ളവരെ നമ്മൾ രക്ഷിക്കേണ്ട ഒരു കടമയുണ്ട്.
കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ സത്യത്തിൽ വെള്ളം ചേർക്കാതെ വേണം പ്രസംഗിക്കാൻ. സത്യത്തിൽ ഒരു തുള്ളി വെള്ളം വീണാൽ പിന്നെ അതൊരിക്കലും സത്യം. സത്യത്തിൽ ഒരു തുള്ളി വെള്ളം വീണ പിന്നെ അതൊരിക്കലും സത്യമല്ല, മായം ചേർത്തത്. അവിടെ നമ്മളൊക്കെ സൺഡേ സ്കൂൾ അധ്യാപകരൊക്കെ ഇവിടെ കാണും. ഞാൻ പ്രത്യേകം പറയാം, ദൈവമക്കള് കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം കൊടുക്കുമ്പോൾ നിങ്ങൾ മായം ചേർത്താൽ പിന്നെ അത് ക്രിസ്തു വിശ്വാസമല്ല, നിങ്ങളുടെ വിശ്വാസം. നിങ്ങൾ കാണുന്ന ക്രിസ്തുവിനെ നിങ്ങൾ പ്രസംഗിക്കരുത്, സഭ പ്രഘോഷിക്കുന്ന ക്രിസ്തുവിനെ വേണം നിങ്ങൾ പ്രഘോഷിക്കുക. സഭ എന്ന് പറയുമ്പോൾ അച്ഛന്മാരല്ല, സഭയെന്ന് പറയുമ്പോൾ പുത്രന്മാരല്ല, സഭയെന്ന് പറയുമ്പോൾ മാർപ്പാപ്പായല്ല. സഭയെന്ന് പറയുമ്പോൾ സഭയ്ക്കൊരു പ്രബോധനമുണ്ട്. ഈ പ്രബോധനങ്ങൾ തെറ്റുവരില്ല. ചിലപ്പോൾ സഭയുടെ അധികാരികൾ പോലും ചില സമയത്ത് കുറവുകൾ വരാം. പക്ഷെ സഭയുടെ പ്രബോധനങ്ങളിൽ ഒരംശം കാരണം ഒരുപാട് പ്രാർത്ഥിച്ചും പഠിച്ചും വർഷങ്ങൾക്കുണ്ടാകുന്ന സംഭവം. അതുകൊണ്ട് ഇത് അതുകൊണ്ടാണ് ഇവിടെ ഫസ്റ്റ് കമാൻഡ്മെന്റ് പഠിപ്പിക്കുമ്പോൾ, കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ 1-ാം പ്രമാണം പഠിപ്പിക്കുമ്പോൾ കത്തോലിക്ക തിരുസഭ പറയുന്ന കാര്യമുണ്ട്. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ സ്തുതിക്കാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ സ്തുതിച്ചേ. അല്പം കൂടെ. തുടങ്ങുന്നത് എങ്ങനെയാ? നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ സേവിക്കണം. 1-ാം കൽപ്പനയെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. നിന്നെ ഈജിപ്ത് ദേശത്ത് നിന്ന് അടിമത്തത്തിന്റെ ഭവനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം താൻ അഭിസംബോധന ചെയ്യുന്നവന്റെ ചരിത്രത്തിലുണ്ടായ സകല തന്റെ സർവശക്തവും സ്നേഹപൂർണവും വിമോചകവുമായ പ്രവൃത്തി അനുസ്മരിപ്പിച്ചുകൊണ്ട് തന്നെ വെളിപ്പെടുത്തുന്നു. 1-ാമത്തെ വാക്ക് നിയമത്തിലെ 1-ാമത്തെ കൽപ്പന ഉൾക്കൊള്ളുന്നു. ഇത് കേൾക്കണം, നീ നിന്റെ ദൈവമായ കർത്താവിനെ ഭയപ്പെടണം, അവിടുത്തെ സേവിക്കണം, നീ മറ്റ് ദൈവങ്ങളുടെ പിന്നാലെ പോകരുത്. This is not my teaching. Praise the Lord. യേശുവേ നന്ദി. വളരെ വ്യക്തമായിട്ട് പറയുന്ന ചില വചനങ്ങളിലേക്ക് പോവുക. ഞാനല്ലാതെ വേറെ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. തന്റെ ജനത്തിന് തന്നെ വെളിപ്പെടുത്തിയ ഏക കർത്താവിനെ അല്ലാതെ മറ്റ് ദൈവങ്ങളെ ആരാധിക്കുന്നതിനെ 1-ാമത്തെ കൽപ്പന വിലക്കുന്നു. അത് അന്ധവിശ്വാസത്തെയും മതനിന്ദയും നിരോധിക്കുന്നു. അന്ധവിശ്വാസം ഒരർത്ഥത്തിൽ മതത്തിന്റെ വഴിപിഴച്ച ആധിക്യത്തെയാണ് കാണിക്കുന്നത്. മതനിന്ദ വികലത മൂലം മതാത്മകതയെന്ന സുഹൃതത്തിന് വിരുദ്ധമായ തിന്മയാണ്. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. അന്ധവിശ്വാസം എന്നത് മതാവബോധത്തിന്റെയും അത് നിഷ്കർഷിക്കുന്ന ആചാരങ്ങളുടെയും അപഭ്രംശനമാണ്. യഥാർത്ഥ ദൈവത്തിന് നാം സമർപ്പിക്കുന്ന ആരാധനയെ പോലും അത് ബാധിക്കാവുന്നതാണ്. അതായത് ഒരു മാന്ത്രികമായ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ചിലപ്പോൾ നമ്മൾ നോക്കും, ചില കർമ്മങ്ങൾ നടത്തിയാൽ മതി, നിലത്തോട് കിടന്നുണ്ടാൽ മതി, അല്ലെങ്കിൽ ഈ തുലാഭാരം എടുത്താൽ മതി, ഉടനെ പാപപരിഹാരമായെന്ന് പറയുന്നത് അതൊന്നും സഭ അംഗീകരിക്കുന്നില്ല, ഒറിജിനലി അംഗീകരിക്കുന്നില്ല. കുറെ ആചാരം നടത്തി കർത്താവിന്റെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയൊന്നും പറ്റത്തില്ല. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. ഇനി വിഗ്രഹ ആരാധനയെ കുറിച്ച് പറയാം. ശ്രദ്ധിക്കണേ, പ്ലീസ് 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 എല്ലാവരും. പ്രഥമ കൽപ്പന 1-ാം പ്രമാണം ബഹുദേവതാവാദത്തെ ശപിച്ചു തള്ളും. ബഹുദേവതാവാദത്തെ ശപിച്ചു തള്ളും. ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ ആരും കുറ്റമല്ല, ഞാൻ ചിലപ്പോഴൊക്കെ ഇവിടെ കേരള സഭയിൽ പോലും നമ്മൾ കാണുന്ന സംഭവം ചിലപ്പോൾ ഞാൻ ആൾക്കാരുണ്ട്, ഈ കുട്ടികളുടെ ഒക്കെ പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഡാൻസും പരിപാടിയും ചിലപ്പോൾ കാണാൻ പറ്റി അക്രൈസ്തവമായ മ്യൂസിക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും. 10, 40, 50 പ്രാവശ്യം ഏതെങ്കിലും. ശരിക്കും അത് പാപമാണ്. കാരണം ഈ കുഞ്ഞിന്റെ ഹൃദയത്തിലുള്ള ദൈവത്തിലുള്ള വിശ്വാസം കുറഞ്ഞു പോകും. ചിലർ ഇതിനകത്ത് ഇങ്ങനെ പെട്ടുപോകുന്ന ആൾക്കാരുണ്ട്. കലകളെ കുറിച്ചുള്ള സഭയുടെ പ്രബോധനം ഭയങ്കര. എല്ലാ കലകളും വളരാൻ പാടില്ല. ഈ നാളുകളുടെ പരിപാടികൾ യോഗ,
ഈ തലയും കുത്തി നിന്നാൽ ദൈവത്തോട് ചേരാണ്. കത്തോലിക്ക തിരുസഭയുടെ യോഗ ഇതൊന്നും ഇല്ല. യോഗ ദൈവത്തോട് സംയോജിക്കാൻ വേണ്ടി ഇങ്ങനെ മൗനം വെച്ച് കോൺസെൻട്രേഷൻ പരിപാടികൾ. എന്റെ പ്രിയപ്പെട്ട ഒരു സഭ വിരുദ്ധമാണത്. നമുക്ക് ദൈവത്തോട് ചേരാൻ നമുക്ക് വേണ്ടത് വിശുദ്ധിയാ. അല്ലാണ്ട് ഇങ്ങനെ ഇരുന്നാ ഒന്നും ദൈവത്തോട് ചേരാൻ പോകുന്നില്ല. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ അല്ലാണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. തലം കുത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല. കേരളത്തിൽ ഇത് ഭയങ്കര പ്രശ്നമായിട്ട് മാറി. ചിലപ്പോൾ ഇത് ആരോഗ്യപരമായ കാര്യമാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരുത്ത് പറഞ്ഞു, എടാ ഞാൻ ഈ വഴിയെ പോയപ്പോഴാണ് ഇവരോടൊക്കെ. അപ്പൊ ഞാൻ ഒരു തമാശ കണ്ടു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരു പയ്യൻ അവന് ബൈക്ക് ഓടിച്ചു പോവാ. ഈ ബൈക്ക് കേടായി. ബൈക്ക് കേടായിട്ട് എന്തോ പെട്രോൾ തീർന്നു പോയതാന്ന് തോന്നുന്നു. പിന്നെ ഇവൻ ഇതിനെ ഉന്തിക്കൊണ്ട് പോവാ. അവ ഊതി വേർത്ത് ഒലിച്ചവൻ ഇങ്ങനെ പോവാം. അപ്പൊ ഞാൻ വണ്ടിയിൽ പോകും. ഞാൻ പറഞ്ഞു, ഈ ആരോഗ്യ പ്രശ്നം മാറ്റാൻ ഏറ്റവും നല്ലത് രാവിലെ കേടുപിടിച്ചൊരു ബൈക്കുമായിട്ട് നമ്മളൊരു 2 കിലോമീറ്റർ നടന്നാൽ മതി. ഏത് ക്ഷീണവും മാറും, ഏത് വണ്ണവും കുറയും. നല്ല വെയിറ്റ് ഉള്ള ഒരു ബൈക്കാണെങ്കിൽ ഒറ്റ യാത്ര ചെയ്യുമ്പോൾ അവൻ തിരിച്ചു ചെയ്യുമ്പോൾ നല്ല കുളിച്ചിരിക്കും. വേറെ കുളിക്കേണ്ട വെള്ളത്തിന് ഇവിടുത്തെ ഐസ് കട്ടയ്ക്കത്ര പോയാലും അവൻ്റെ പരിപാടി നേരെ ചൂടായിക്കോളും. കാരണം ഇതൊരു നല്ല സാധനമാണ്. ഇതൊരു കേരളത്തിലെ കണ്ട് കയറ്റം പിടിക്കുന്നതാണ്. ഇവനിങ്ങനെ തള്ളി 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 ഒരു 1 കിലോമീറ്റർ മണ്ട ചെല്ലുമ്പോഴത്തേക്ക് അനുഭവം ഉള്ളവരിനകത്ത് കാണുമായിരിക്കില്ല. അപ്പൊ ഞാൻ രാവിലെ വീട്ടിലൊരു ഇതിനൊന്നും വലിയ പൈസ മുടക്കിയ മെഷീൻസ് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. കേടുപിടിച്ച ഒരു വണ്ടി ഉന്തിക്കൊണ്ട് നടന്നു.